University within the we will love to maintain this connect with you. Okay. And we എല്ലാവരുടെ ബിഹാഫിൽ ഞാൻ പറയാം വി വിഷ് യു എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ കീപ് ഗ്രോയിങ് ഇൻ യുവർ കരിയർ എന്താ പറയുക ഇറ്റ്സ് വണ്ടർഫുൾ ടു നോ ദാറ്റ് ആർ ടീം മെമ്പേഴ്സ് ആർ ഗ്രോയിങ് ഇൻ ദ കരിയർ ഓക്കെ അപ്പോൾ അതൊരു അടുത്ത ഗ്രോത്തിലേക്കുള്ള ഒരു നല്ല സ്റ്റെപ്പാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് ലീവ് ആൻഡ് കീപ് ഗ്രോയിങ് ഓക്കെ വി വുഡ് ഓൾവേസ് അപ്രീഷിയേറ്റ് ഇഫ് യു ക്യാൻ കീപ് ഗിവിംഗ് us ഇൻസൈറ്റ്സ് once you are on the other side of the board എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മറ്റ് യൂണിവേഴ്സിറ്റിയായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ ബിക്കോസ് യു നോ ഓൾ ദി ടീം മെമ്പേഴ്സ് കുറച്ച് ഇൻസൈറ്റ്സ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡ് ഇങ്ങനെയൊക്കെയാണ് സംസാരം ബിക്കോസ് നിങ്ങൾക്കൊക്കെ എപ്പോഴും യൂണിവേഴ്സിറ്റീസും ആ ഒരു സെക്ടറായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും സ്റ്റേ കണക്റ്റഡ് വി വോണ്ട് യു ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് us so it's not a goodbye from us okay yeah I'm really happy for you ഇങ്ങനെ നല്ലൊരു യൂണിവേഴ്സിറ്റി ഓപ്ഷൻ അല്ലെങ്കിൽ ഞങ്ങൾ വിടൂലായിരുന്നു ഞാൻ സാന്റമോണിക്കയിലെല്ലാം വന്നിട്ട് ഏകദേശം ഒരു 6 or 7 years ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ രാവിലെ വരാനൊരു മടിയില്ല ലീവ് എടുക്കുവാണെങ്കിൽ എനിക്ക് ടെൻഷനില്ല എനിക്ക് എന്ത് പറഞ്ഞാലും അടുത്ത് പ്രശ്നം വന്നാലും എന്നെ വിളിച്ച് പറയാനോ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനോ നീ എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു ഞാനവിടെ നൈസിമാമിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നിന്നപ്പോഴും ശരിക്കും അതാ ഓർത്തത് എനിക്കൊരു ലീവ് എടുത്താൽ എനിക്ക് എന്തെങ്കിലും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ കാണുന്ന ഒരാളെ കൂടുന്നുണ്ടെന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഒത്തിരി മിസ് ചെയ്യും ഞാൻ ഏറ്റവും ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈമിലാണ് നീ വരുന്നത് അപ്പോൾ എനിക്ക് ഹാപ്പിയായി എല്ലാം ചെയ്യാൻ ഇത് നല്ല മോട്ടിവേഷൻ ആയിരുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അതിൽ ഈ ഒത്തിരി പോസിറ്റിവിറ്റി എൻ്റെ ലൈഫിൽ ആ ഒരു ലാസ്റ്റ് 1 year താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് തിങ്കളാഴ്ച ഞങ്ങൾ അറിയില്ലായിരിക്കും ലീവാണെന്നുള്ളൊരു ഞാനെന്നത് ഓർത്തു എന്നുള്ള ചിന്തയിലായിരിക്കും ചിലപ്പോൾ മണ്ടേ വരുന്നത് പക്ഷെ അത് കഴിയുമ്പോഴത്തേന് ആ ഒരു സൈലൻസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും മിസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ളത് വരുന്നത് ഇപ്പൊ അത് റിയാലിറ്റി നമ്മൾ എത്തിയിട്ടില്ലല്ലോ മിഷൻ മാനേജർ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരാള് ലീഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെ ആയിരിക്കണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മള് അതറിയേണ്ട ആവശ്യം വരില്ല ചിലപ്പോൾ നമ്മുടെ ഭാഗം കേട്ടിട്ട് അവരോട് എന്തോ അപ്പുറത്ത് നിൽക്കണ ആരോ ആയിക്കോട്ടെ ഏത് പൊസിഷനിലും ആയിക്കോട്ടെ നമ്മുടെ ഭാഗം ആദ്യം കേട്ടിട്ടേ നാം അവരുടെ അടുത്ത് ഇത് സംസാരിക്കാൻ പോവുള്ളൂ അപ്പൊ ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ആരിതാക്കാൻ വന്നു കഴിഞ്ഞാലും ആളുണ്ടാവും സപ്പോർട്ടിന് ബാക്കി എല്ലാ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ആള് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് അഡ്മിഷൻ മാനേജർ ആണെന്നുള്ളൊരു ഇതുണ്ട് ടീമിന് തെറ്റ് ചെയ്താൽ പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അതെല്ലാം ടീമിൻ്റെ ഉള്ളിൽ നിൽക്കും പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ഇട്ട് കൊടുക്കാറില്ല അപ്പൊ ഭയങ്കര ധൈര്യമായിരുന്നു ഇപ്പൊ പോകുന്ന പറഞ്ഞപ്പോ നല്ല വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് ഞാൻ മാമിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഞാനിവിടെ ആദ്യം വന്നപ്പോഴത്തേക്കും മാമിന് മിസ്സി മാമായിട്ടാണ് കൂടുതൽ ഫസ്റ്റ് വന്നിരുന്നപ്പോഴത്തേക്കും മിസ്സി മാമാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നത് അത് കഴിഞ്ഞ് എന്നെ ആൻഡ്രിയയുടെ സീറ്റിലോട്ട് മാറ്റി ആൻഡ്രിയയുടെ തൊട്ട് ബാക്കിലായിട്ട് ഇരിക്കുക ആൻഡ്രിയ ചെയ്യുന്നത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം അവിടെ വെറുതെ ചുമ്മാ ബോറടിച്ച് പിന്നെ അപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഷാരോ മാം ഇങ്ങനെ വന്നിട്ട് വെച്ചത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണുണ്ടാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അത്ര നാള് ഞാൻ വിചാരിച്ചത് ജാടയൊക്കെ ഉണ്ടായി അങ്ങനെ നമ്മളെ കാണുമ്പോൾ ഒരു ഞാൻ മാമിനെ ചോദിച്ചു അതിൽ ജാടയൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു മാം ഉണ്ട് മനസ്സിലാവണുണ്ടോ ഞാൻ ഇനി ഒരു ബാച്ച് ഇടാട്ടോ അപ്പൊ നോക്കണേ ഒരു ഫയൽ ഇടുന്നുണ്ട് നീതുവിന് എന്നെ കൊണ്ടുവന്നിട്ട് അയനയുടെ അടുത്തിരുത്തി
പേഴ്സണലി എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മാമിനെ കാണുമ്പോൾ ഇത്തിരി ജാടയായിട്ട് തോന്നുന്നു. പക്ഷെ മാമിന്റെ ഉള്ളില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആണ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് ഫീൽ ചെയ്യും മാം. എന്താ പറയാ, മാം ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു പാവമായിട്ടുള്ള ഒരു പെട്ടെന്ന് ഫീൽ ചെയ്യും, എല്ലാവരോടും ഒരു ഇതുള്ള ആളാണ്. താങ്ക് യു മാം, ഞാൻ ഒരിക്കലും മറക്കില്ല മാമിനെ. എനിക്ക് പറയാനറിയില്ല, പക്ഷെ എന്റെ ഏറ്റവും കംഫർട്ട് സോൺ മാമാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഷാരോന്റെ നേരത്തെ ഞാൻ UK ചെയ്യുന്ന സമയത്ത് ഷാരൻ UK-യിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷനൊക്കെ എന്റെ കയ്യിലാണ് വിസ ചെയ്തോണ്ടെങ്കിൽ ട്യൂഷൻ ഫീ അടക്കണ്ടേ? അപ്പോഴാണ് പിന്നെ ഇവിടുത്തെ തന്നെയാണ് എന്നാണ് ഞാൻ ഓഫീസ് ഫോണിൽ വിളിക്കും, ഷാരൻ ഇങ്ങനെയാണ് ഫീസ് അടയ്ക്കണം, വേഗം പോകണം, അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ലോൺ ആയിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞ് ഷാരൻ ഇങ്ങനെ വിഷമത്തോടെയാണ് പറഞ്ഞത്, എടോ ഞാൻ ഡ്രോപ്പ് ചെയ്യാണോ, അത് കുറച്ചിതില്ലേ, ഇനി ഇവിടെ തന്നെ അത് നോക്കണമെന്ന് പറഞ്ഞു. ശരി, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് അഡ്മിഷൻ മാനേജറായിട്ട് നിൽക്കും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഫയൽസ് ഒക്കെ ഇവിടെ നിന്ന് വന്നിട്ട് നോക്കേണ്ട കേസ് ആയതുകൊണ്ട് അത്രയും. ഇവിടെ വന്നപ്പോഴാണ് ഷാരൻ എന്താണെന്നും എങ്ങനെയാണെന്നുള്ളത് പറയാം. ആദ്യം വന്നപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ മിണ്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളത്. പക്ഷെ കാര്യം അഡ്മിഷൻ്റെ ഇതായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയും, അതായത് ഇത് വേണ്ട, ഇത് പറ്റാത്തൊരു പ്രൊഫൈലാണെങ്കിൽ ഇത് വേണ്ട, ഇത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തിനാ കയ്യിൽ കിട്ടോ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഡ്മിഷൻ എന്തെങ്കിലും ഒരു ചാറ്റ് ഇട്ട് കൊടുത്താൽ മതി, ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം നോക്കാം, അപ്പൊ തന്നെ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അഡ്മിഷൻ. അത് ശരിക്കും മിസ് ചെയ്യും. പിന്നെ അത് ആരുമായിട്ടൊക്കെ എങ്ങനെ ചെയ്യും അവർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. അതാണ് ഒരു കാര്യം ഇതായിട്ടുള്ളത്. പിന്നെ കൂടുതൽ പിന്നീട് അടുത്തടുത്ത് വരുന്നതാണല്ലോ. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ തമ്മിൽ ആദ്യം മീറ്റ് ചെയ്യുന്നത് ECUന്റെ ഒരു മീറ്റ്, ഒരു എൻ്റെ മറ്റേ എവിടെയായിരുന്നു മാനേജർ, ഞാനും രശ്മി മോഹൻദാസും ഷാരനും കൂടെ. അങ്ങനെ ഷാരന്റെ പരിചയപ്പെടുന്നത്. പിന്നെ അന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ 1-2-3 പ്രാവശ്യം എനിക്കിങ്ങനെ ഓരോ ആവശ്യങ്ങളായിട്ട് ഞാൻ ഇവിടെ അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇരിക്കുമ്പോൾ എനിക്ക് വിളിച്ചാലും നല്ല റെസ്പോൺസ് കിട്ടുമായിരുന്നു. എന്തെങ്കിലും ഏൽപ്പിച്ചാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത സംഭവം തിരിച്ചു കിട്ടും. ഇവിടെ അങ്ങനെ തന്നെ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യാണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ മതി, സംഭവം ക്ലിയറായി അപ്ഡേറ്റ് അപ്പം തന്നെ പറഞ്ഞ് ഇങ്ങോട്ട് തന്നോളും. അങ്ങനെ മടിയോ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നോളും. പിന്നെ കൂടുതൽ പേഴ്സണലി ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് നമ്മളും അടുത്തങ്ങനെ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് പേഴ്സണലി അത്ര കാര്യമായിട്ട് എനിക്കറിയില്ല. എന്നാലും ഒഫീഷ്യലി ആളുടെ റോൾ ആളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണും കൈമാറി പറഞ്ഞോ എനിക്ക് പേഴ്സണലി ഒഫീഷ്യലി എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കൂടുതലും എനിക്ക് ഒഫീഷ്യൽ കാര്യങ്ങളെക്കാട്ടും കാര്യം ഇയാള് ഓരോ കാര്യങ്ങളും പറയും, ഞാനും ഓരോ കാര്യങ്ങളും പറയും, നമ്മൾ തമ്മിലുള്ള സിമിലാരിറ്റീസും അങ്ങനെയൊക്കെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആദ്യം എൻ്റെ സീറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, അവിടെ ഇരുന്ന് കുറച്ച് ശോകമായി, എനിക്ക് അവിടെ ആരുമില്ല, അപ്പുറത്ത് സംസാരിക്കാൻ ആരുമില്ല. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്താണെങ്കിലും ഷാരൂഖ് കൂട്ടത്തിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടൂല. അപ്പൊ അനിലയുടെ സീറ്റ് മാറി, അനിലയുടെ സീറ്റ് ഞാനായിട്ട് ഏറ്റെടുത്തു. സ്റ്റേജ് തന്ന് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി. കാര്യം ഇയാൾക്ക് പോവാണ്, വിഷമമൊക്കെ ഉണ്ടെങ്കിൽ
ഫ്രൈഡാണ് ഇല്ലാതെ പോണേ. അപ്പൊ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഞാനുണ്ട്. പക്ഷെ ഡെയിലി കാണാൻ പറ്റാത്ത ഓസ്ട്രേലിയ അഡ്മിഷൻസിലോട്ട് എന്നെ വരാൻ കാരണം മാമാണ്. ഞാൻ നിങ്ങളുടെ എനിക്ക് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയയിലോട്ടും കൂടി വന്നത്. ഞാൻ ന്യൂസിലൻഡിൽ തന്നെ അങ്ങോട്ടേക്ക് നിൽക്കാൻ കൂടെ താല്പര്യം ഉണ്ടായിരുന്നില്ല, ന്യൂസിലൻഡിൽ നിൽക്കാനായിരുന്നു. പക്ഷെ ഞാൻ കൂടി സംസാരിച്ച് അതിന് എനിക്ക് താല്പര്യമാണ്. പിന്നെ എന്തായാലും മാനേജർ ആണെങ്കിലും ആ ഒരു മാനേജറിന്റെ ചാട കാണിച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, കോളേജിൽ എന്തോ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോപ്പറേറ്റ് പോലെ തന്നെയായിരുന്നു ഞാനിപ്പോഴും. പറഞ്ഞോളൂ, തിങ്കളാഴ്ച ഇങ്ങോട്ട് പോരുന്നു. പോരുത്. ഞങ്ങളെയും കൂടെ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് താങ്ക്സ് മിക്ക കാര്യങ്ങളിലും നല്ല സപ്പോർട്ട് ഒരുപാട് പ്രഷർക്കാരൊക്കെ ഉണ്ടായിരുന്നു. സീരിയസ്ലി പറയുകയാണെങ്കിൽ മറ്റു ഓഫീസുകളിൽ നാം ഉള്ളത് കാരണം മാത്രം പോലും അറിയാം. നല്ല ഫയൽസ് ഉണ്ടാവുന്ന ടൈംസ് ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ മാം ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഫസ്റ്റ് ഒരു പേഴ്സണാണ്. എന്താ പറയാ, ഞാൻ ഇയാളെ കൊണ്ട് മുമ്പളെല്ലാം കാണാൻ തുടങ്ങി. ഞാൻ എൻ്റെ +2 സമയത്ത് കാണാൻ തുടങ്ങിയത്. അന്ന് മുതൽ നല്ല ഡീപ്പായിട്ട് അറിയാം, നല്ല ഡീപ്പായിട്ട് അറിയാം. ഒരുപാട് മെമ്മറീസ് എനിക്കുണ്ട്. ഇത് കൂടാതെ ഇപ്പം ഇപ്പോഴും ഇത് പറഞ്ഞ് ചിരിക്കാനായിട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സത്യങ്ങളെ കണ്ടേ. ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് പെട്ടെന്ന് ചോദിക്കുന്നത്, ഞാൻ ഫ്രണ്ട് ഓഫീസിലേക്ക് പെടും താൻ ഇവിടെ എന്നാണ് അയാളെന്നോട് ചോദിച്ചത്. അതായത് എന്നിവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോഴേ പിന്നെ ഞാൻ ഫ്രണ്ട് ഓഫീസിലേക്കാണ് എനിക്ക് ആദ്യം വന്നത്. പക്ഷെ ഞാൻ ഫ്രണ്ട് ഓഫീസിലായിരുന്നു, അഡ്മിഷൻ തന്നെയായിരുന്നു. UPH എന്തോ ഇഷ്യൂസ് കാരണം അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇയാൾ ഓസ്ട്രേലിയ ചെയ്യുന്നതുകൊണ്ട് എന്തോ ഇവിടുത്തെ ആൾക്കാർ കറക്റ്റ് ഓസ്ട്രേലിയയിലോട്ടാണ് മാറ്റി. അപ്പം അത് പറഞ്ഞ ഒരിക്കലും ഇവിടെ നടക്കാത്തൊരു സംഭവമാണ് ഓസ്ട്രേലിയയിലോട്ട് മാറ്റിയത്. ബട്ട് വന്നു, പിന്നെ ഞങ്ങൾ കൂട്ടിമുട്ടി. പിന്നെ ഉണ്ടായത് പിന്നെ ഞങ്ങളുടെ ഓൾഡ് മെമ്മറീസ്. പിന്നെ ഞങ്ങൾ ഇറക്കാൻ തുടങ്ങി. എനിക്ക് സത്യത്തിൽ ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്ന ദിവസം എനിക്ക് ആദ്യം 70 പൈസ ഒറ്റയടിക്ക് എനിക്കിത് എന്താണെന്ന് അറിയില്ല. ഞാൻ ഇപ്പോഴും അമ്മനോട് പറയും, ഷെയറിനില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഫോമിൽ കിട്ടില്ല. ബിക്കോസ് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഷെയറിനറിയാം എൻ്റെ എബിലിറ്റി, എന്തൊക്കെ എനിക്കുള്ള ഫോൾട്ട്, ഒരു ബേസിക് എല്ലാം അറിയും. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, ഇയാൾ ഒരു മാനേജർ എങ്ങനെ ഒരു ഇതിലോട്ടാണ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. ആർക്കും ഇപ്പം എല്ലാവരും പറഞ്ഞത് സെയിം ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്. ഞാൻ എപ്പോഴും പറയും, ഒരു മാനേജറേക്കാൾ കൂടുതലായാലും എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യില്ലാത്തത്. അതായത് എപ്പോഴും ഒരു പേഴ്സണൽ ടച്ച് എല്ലാവരെയും കൂടെ നിൽക്കും. അതുകൊണ്ടാണ് നമുക്കൊക്കെ പെട്ടെന്ന് തോന്നുന്നത് ഇത്ര ഫീലിങ്സ് വന്നെ ഇതായിട്ട്. ഇപ്പം നിസ്മാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ബാഡ് ടൈംസിൽ ഇയാൾക്കൊക്കെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 1 മിനിറ്റ് മുടക്കും. പിന്നെ പെട്ടെന്ന് നമ്മൾ മറന്നു, പിന്നെ ചിരിക്കാൻ തുടങ്ങും. ഒരിക്കലും ഇങ്ങനെ അറിയാനുള്ള പറഞ്ഞ കുറേ ഉണ്ട്. സീരിയസ്ലി ഇനിയിപ്പോൾ ഇയാൾ പറഞ്ഞോളൂ, വീണ്ടും നമ്മൾ പിരിയാൻ പോണുള്ളതാണ്.
ഇനി എപ്പോഴാണ് അങ്ങനെയല്ല ഞങ്ങള് പ്ലസ് ടു കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്യാറില്ല, ഒരു പരിചയമില്ല, ടെക്സ്റ്റ് ചെയ്യാറില്ല, ഒന്നുമില്ല. പിന്നെ കാണാൻ സാധിക്കും. ഞാൻ ശരിക്കും മിസ് ചെയ്യും, പക്ഷെ ഷോർട്ടാക്കിയിട്ടാണ്. താങ്ക് യു. അവരെപ്പറ്റി പറയേണ്ടത് എനിക്ക് പറയാനാണെങ്കിൽ ആദ്യം തൊട്ടേ പേര് പറഞ്ഞവരൊന്നും ഇവിടെ ഇല്ല. അവരെപ്പറ്റി സ്റ്റേജിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അറിഞ്ഞപ്പോൾ ലിസി മേരി ജോണാദ് വരെ സംഗീതമായിരുന്നു. സംഗീതമായിട്ട് കുഴപ്പമൊന്നും വലിയ ഫംഗ്ഷനൊന്നും ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അങ്ങനെ പോകുന്നതാണ് സംഗീതം. പക്ഷെ ലിസി മേരി ജോണാദ് അവിടെ പറഞ്ഞത് കാനഡ ചെയ്യുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് മിസ്സാണ്. പിന്നെയാണ് പെട്ടെന്ന് ഒരു ദിവസം ക്ഷണം പറഞ്ഞത് ടീമിനെ അങ്ങോട്ട് ചെയ്യാൻ പോണേണ്, ഒരു ന്യൂസിലൻഡ് ചെയ്താൽ മതി ഷെയർ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും എനിക്ക് ടീമിലൊപ്പം പോയാൽ മതി. അപ്പോൾ അത് ശരിയാവില്ല എന്നെന്തോ പറഞ്ഞില്ല, എനിക്ക് ടീം വേണം, ടീമിൻ്റെ കൂടെ എല്ലാവരും ഞാൻ ഇവിടെ ന്യൂസിലൻഡ് വെച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാം അവരോട് പഞ്ചമനോട് ആരോഗ്യമൊക്കെ പറഞ്ഞു. മാം ബംഗ്ലോക്കി വേണത് മാം പറഞ്ഞില്ല ഷാരൺ നമ്മൾ വരുന്ന പറഞ്ഞാണ് ഇങ്ങോട്ട് വിട്ടത്. അങ്ങനെ ചേച്ചീനെ കണ്ടത്, ടീമിനെ കണ്ടത് എനിക്ക് പേടിയായിരുന്നു. കാരണം എൻ്റെ പിള്ളേരോട് ഞാൻ ചെവിയും പിടിച്ചാണ് എന്തെങ്കിലും പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അത് ചെയ്തിട്ടവിടെ ചെയ്യാത്തത് പറഞ്ഞ് ചെയ്ത് പിടിച്ചാൽ കുഴപ്പമില്ല, അതൊക്കെ അവർ വിട്ടോളും. അപ്പോൾ നിശ്ചയത്തിനെ കണ്ടാൽ പിന്നെ അതൊക്കെ മാറ്റി, ആ ഒരു ഉപദ്രവങ്ങളൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ എല്ലാവരും സീനിയേഴ്സാണ്, മിസ് ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടി മെച്ചൂരിറ്റിയുള്ളവരൊക്കെ. ഇവരൊക്കെ അങ്ങനെ പ്രായമുള്ളതല്ല, മെച്ചൂരിറ്റിയുള്ളതാണ് ഫണ്ടിങ് കാര്യം. അപ്പോൾ ഒന്നും എനിക്കറിയില്ല. നിശ്ചയിച്ചിനെ കണ്ടത് നാളെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ച് ചെയ്യാം, എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒന്നും മാറ്റി നിർത്തേ അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും എല്ലാവരും നൈസിനെ കൊണ്ടുപോയി. ഞങ്ങൾ 3 പേരുമാണ് എപ്പോഴും ഒരുമിച്ച് നിൽക്കണത്. അപ്പം മാമിനും അത് ഭയങ്കര മിസ്സിംഗ് ആണ്. 3 പേര് ഉള്ളത് എപ്പോഴും 3 പേര് കൂടെ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ USA മാറിയിട്ട് ഇവർ പോയി സംസാരിച്ചപ്പോഴാണ് മാം പറഞ്ഞത് ഓസ്ട്രേലിയ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇത് റാണിയും മിസ്സിനും കൂടെ സംസാരിച്ചിട്ടാണ്. പിന്നെ ടീം പിന്നെ ചിലരുണ്ട് രേഷ്മ, പിന്നെ അഖിലില്ല, പക്ഷെ അതിലെ ഭയങ്കര ഒരു കൂട്ടം അതേപോലെ ഒന്ന് അടുത്ത ആളാണ് സാധനം. എനിക്ക് പിന്നെന്താ പറയുക, നമ്മുടെ പിള്ളേരെ എനിക്ക് ഓൾറെഡി അറിയാം, അവരെ പറ്റി കൂടുതൽ എനിക്ക് പറയാനില്ല. പിന്നെ നീത് വന്ന്, ഗോപിക വന്ന്, ജെനി വന്ന്, എസ്തർ വന്ന്, മൃദുല കുറച്ചേര് വന്ന് പോയി. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇത്രയും സ്നേഹിക്കുന്നതൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇതേപോലെ തന്നെ ഇനി അടുത്ത സ്ഥലത്തൊക്കെ എനിക്ക് ഇങ്ങനെ ടീമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ചിരിക്കാൻ പറയും. ഇനി ഞാൻ ആരോട് പറഞ്ഞ് ചിരിക്കും. മലയാളത്തിൽ പോലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ നമ്മുടെ ഇതെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ഫീലിങ്സ്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ടീമിലേക്ക് കിട്ടില്ല എന്നുള്ള ഒരു 100% ഷുവറാണ്. ഒരിക്കലും കിട്ടില്ല. Thank you.